ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. നാഹോർ സേറൂഹിൻ്റെയും, സേറൂഹ് റവുവിൻ്റെയും, റവു പേലഗിൻ്റെയും, പേലഗ് ഏബറിൻ്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ, ഷേല കൈനാൻ്റെയും, കൈനാൻ അർഫക്സാദിൻ്റെയും, അർഫക്സാദ് ഷേമിൻ്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമക്കിൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വയേക ദൈവത്തിന് സ്തുതി. അബ്രഹാമിൻ്റെ പിതാവായ നാഹോറിൽ തുടങ്ങി നോഹയുടെ പിതാവായ ലാമക്കിൽ എത്തി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ വംശാവലി. നോഹയുടെ അപ്പൻ ലാമക്ക് മുതൽ അബ്രഹാം വരെ നീളുന്ന 12 തലമുറകളിലെ പിതാക്കന്മാരുടെ പേരുകൾ കൊടുത്തിരിക്കുന്ന 2 വാക്യങ്ങൾ. അബ്രഹാമിനും അദ്ദേഹത്തിൻ്റെ പിതാവ് തേരയുടെയും പേരുകൾക്ക് ശേഷം നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ പുരുഷന്മാരുടെ പേരുകൾ വരുന്ന വംശാവലി പട്ടിക. ഇതിൽ 35-ാം വാക്യത്തിൽ വരുന്ന പേലഗിൻ്റെ പേർ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഭൂമി ആദ്യമായി വീതം വെച്ചത്, ഒരുപക്ഷെ അതിർത്തി തിരിച്ച് ഭൂമി ഈ ലോകത്തിൽ ആദ്യമായി ഭാഗം ചെയ്തത് ഈ പേലഗിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് വേണം പറയാൻ. തൊട്ടു പിന്നാലെയാണ് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം ബാബേലിൽ പണിയുവാൻ ആ തലമുറ തീരുമാനിക്കുന്നതും വിശുദ്ധ തൃത്വം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കുകയും ഭൂമുഖത്തെല്ലാം ജനങ്ങളെ ചിതറിക്കുകയും ചെയ്യുന്നത്. ഈ പേലഗിനും 6 തലമുറ മുൻപാണ് നോഹ ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന നീതിമാനായിരുന്ന ആ തലമുറയിലെ കറയറ്റ മനുഷ്യനെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്ന നോഹ എങ്ങും അക്രമം നടമാടുന്നത് കണ്ട്, മനുഷ്യരെല്ലാം ദുർമാർഗികളായി നടക്കുന്നത് കണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീരുന്നത് കണ്ട്, ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കുവാൻ നിശ്ചയിക്കേണ്ടി വരുന്ന ദൈവം, അധർമ്മം കൊണ്ട് നിറഞ്ഞ ഭൂമിയെ 40 നാൾ തുടർന്ന മഴയിൽ ഭൂമിയിൽ വരുത്തിയ വെള്ളപ്പൊക്കം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ദൈവം, പർവ്വതശിഖരങ്ങൾ കാണാറായതിനു ശേഷം വീണ്ടും ഒരു 40 ദിവസം കാത്തിരുന്ന് ഒരു മലങ്കാക്കയെയും ഒരു പ്രാവിനെയും പറത്തുന്ന നോഹ, വീണ്ടും 7 ദിവസം കഴിഞ്ഞ് പറത്തിവിടുന്ന പ്രാവ് അത് ഭൂമുഖത്തെല്ലാം വെള്ളമായതുകൊണ്ട് വീണ്ടും തിരിച്ചു വരികയും, വീണ്ടും 7 ദിവസം കാത്തിരുന്നതിന് ശേഷം പറത്തിവിടുന്ന പ്രാവ് ഒരു ഒലിവിലയും ചുണ്ടിൽ കൊത്തിയെടുത്ത് നോഹയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതും, മറ്റൊരു 7 ദിവസത്തിന് ശേഷം പറത്തിവിട്ട പ്രാവ് തിരിച്ചു വരാതിരിക്കുകയും, അങ്ങനെ ഉണങ്ങിയ ഭൂമിയിൽ കാല് കുത്തുകയും ചെയ്യുന്ന നോഹയും ഭാര്യയും തൻ്റെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, പിന്നീട് പെട്ടകത്തിൽ അത്രയും നാൾ അവരോട് കൂടിയുണ്ടായിരുന്ന മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമിയിൽ വിരാജിക്കുകയും ചെയ്യുന്ന ആ ജലപ്രളയത്തിൻ്റെ വിവരണം കൊടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6-ഉം 8-ഉം അധ്യായങ്ങളിൽ എത്തി നിൽക്കുന്ന യേശുവിൻ്റെ വംശാവലി. തലമുറകൾക്കിപ്പുറം ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ദൈവം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ഉം 38-ഉം വാക്യങ്ങൾ. സദാ ജാഗരൂകരായിരിക്കുവാൻ ആവശ്യപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു, അവൻ എന്താണ് നമ്മളോട് പറയുന്നത്? നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ നസ്രായൻ. യെശയ്യാ പ്രവാചകനോട് ദൈവം 54-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം? മഹാകരുണയോടെ നമ്മെ വിളിക്കുന്ന ദൈവം, അനന്തമായ സ്നേഹത്തോടെ നമ്മളോട് കരുണ കാണിക്കുവാൻ തയ്യാറുള്ള ദൈവം. അവൻ പറയുകയാണ്, നോഹയുടെ കാലം പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ശപഥം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ എന്ന്. ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, കരുണയുള്ള കർത്താവാണ് ഞാൻ, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന്. ദൈവമേ, നിൻ്റെ മാർഗത്തിൽ നടന്ന് നീതിയും ന്യായവുമുള്ള ചിന്തകളും പ്രവൃത്തികൾക്കും ഉടമയായി
ഒരു കറയറ്റ മനുഷ്യനായി നോഹയെ ദൈവം കണ്ട ദൃഷ്ടിയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാണുവാൻ ഞങ്ങൾക്ക് സംഗതിയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.